നമസ്കാരം. നിങ്ങൾക്ക് എപ്പോഴും അമിതമായ ക്ഷീണം തോന്നുന്നുണ്ടോ? 8 മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണോ? എന്നാൽ പ്രശ്നവുമായി ഡോക്ടറെ കാണുമ്പോൾ എല്ലാം നോർമലാണ്, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് പെർഫെക്റ്റ് ആണ് എന്നാണോ മറുപടി ലഭിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾക്ക് പലപ്പോഴും ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയില്ല എന്നതാണ്. റിപ്പോർട്ടുകൾ നോർമലാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അകാരണമായ തളർച്ച? ഇന്നത്തെ ഈ വീഡിയോയിൽ നോർമൽ ടെസ്റ്റ് റിസൾട്ടുകൾക്കിടയിലും നിങ്ങൾക്ക് വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുവാനുള്ള യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള കൃത്യമായ പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിലെ ഊർജം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും മൈറ്റോകോൺട്രിയ എന്ന ചെറിയ പവർ പ്ലാന്റുകളുണ്ട്. ഇവയാണ് നമുക്ക് ദിവസവും ജോലി ചെയ്യുവാനും നടക്കുവാനും ചിന്തിക്കുവാനും വേണ്ട ഊർജം നൽകുന്നത്. ഇവ ATP എന്ന എനർജി മോളിക്യൂൾ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ മൈറ്റോകോൺട്രിയ ശരിയായി പ്രവർത്തിക്കാതെ വരുന്നു. അതായത് നിങ്ങളുടെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഊർജം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. 2025 പുതിയ ഗവേഷണങ്ങൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ക്രോണിക് ഫെറ്റീഗ് സിൻഡ്രോം ഉള്ള 138 രോഗികളിൽ നടത്തിയ പഠനത്തിൽ എല്ലാവർക്കും മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ കണ്ടെത്തി. വളരെ കൗതുകകരമായ സംഗതി, രോഗത്തിൻ്റെ തീവ്രതയും മൈറ്റോകോൺട്രിയൽ പ്രശ്നങ്ങളും തമ്മിൽ നേരിട്ടുള്ള ബന്ധം കണ്ടെത്തി എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് സാധാരണ ബ്ലഡ് ടെസ്റ്റുകളിൽ ഇത് കാണിക്കാത്തത് എന്ന്? സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുന്നത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവയാണ്. അവ നോർമലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ കോശങ്ങൾക്കുള്ളിലെ ഊർജ്ജ ഉൽപ്പാദനം കുറഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് റിപ്പോർട്ടുകൾ എല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ വളരെ കൃത്യമാണ്. ഒരു ചെറിയ പ്രവർത്തനത്തിന് ശേഷം പോലും അമിതമായ ക്ഷീണം തോന്നും. വ്യായാമത്തിന് ശേഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ഷീണം അനുഭവപ്പെടും. ഇതിനെ പോസ്റ്റ് എക്സർഷണൽ മലൈസ് എന്നും പറയുന്നു. പേശി ബലഹീനത, ബ്രെയിൻ ഫോഗ് എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇവ മെഡിക്കൽ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. രണ്ടാമത്തെ പ്രധാന കാരണം നിങ്ങളുടെ തൈറോയ്ഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, എൻ്റെ തൈറോയ്ഡ് ടെസ്റ്റുകൾ നോർമലാണല്ലോ എന്ന്. എന്നാൽ അവിടെയാണ് പ്രശ്നം. സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം എന്നത് വളരെ സാധാരണമായ ഒരു അവസ്ഥയാണ്. എന്നാൽ അത് പലപ്പോഴും അത് കണ്ടെത്താതെ പോകുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളുടെ TSH ലെവൽ അല്പം ഉയർന്നിരിക്കും, സാധാരണയായി 4.5 മുതൽ 10 വരെ. എന്നാൽ T3, T4 ഹോർമോണുകൾ ഇപ്പോഴും നോർമൽ റേഞ്ചിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർ ഇതിനെ ഒരു പ്രശ്നമായി കാണാത്തത്. എന്നാൽ 2025 പുതിയ ഗവേഷണങ്ങൾ വളരെ ഗൗരവകരമായ കാര്യങ്ങൾ പറയുന്നു. വയസ്സിനനുസരിച്ച് TSHൻ്റെ നോർമൽ റേഞ്ച് മാറുന്നുവെന്ന് കണ്ടെത്തി. പലർക്കും TSH 2.5 മുകളിലായാൽ തന്നെ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. സ്ത്രീകളിൽ ഇത് കൂടുതൽ സാധാരണമാണ്. പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷം ഇത് വളരെ പ്രകടമാണ്. ക്ഷീണം എന്നത് ഇതിൻ്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ലക്ഷണമാണ്. അകാരണമായി ശരീരഭാരം കൂടുക, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, മുടികൊഴിച്ചിൽ, വരണ്ട ചർമ്മം, മലബന്ധം, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ TSH നോർമൽ ആണെങ്കിൽ പോലും ആൻറ്റി തൈറോയിഡ് ആൻറ്റിബോഡികൾ പോസിറ്റീവായിരിക്കാം. ഇത് ഹാഷിമോട്ടോസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയെ സൂചിപ്പിക്കുന്നു.
ഇത് കാലക്രമേണ തൈറോയിഡ് പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതുകൊണ്ട് സാധാരണ TSH ടെസ്റ്റിനൊപ്പം ആൻറ്റിബോഡി ടെസ്റ്റും ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ പ്രധാന കാരണം നിങ്ങളുടെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനെ HPA ആക്സിസ് എന്ന് വിളിക്കുന്നു. H എന്നാൽ ഹൈപ്പോതലാമസ്, P എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, A എന്നാൽ അഡ്രീനൽ ഗ്ലാൻഡുകൾ. ഇവ മൂന്നും ചേർന്ന് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നു. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റമാണ്. ദീർഘകാലം സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. തുടക്കത്തിൽ നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ വളരെ ഉയർന്നിരിക്കും. ശരീരം സ്ട്രെസ്സിനെതിരെ പോരാടുവാൻ കൂടുതൽ കോർട്ടിസോൾ ഉണ്ടാക്കുന്നു. എന്നാൽ കാലക്രമേണ ഈ സിസ്റ്റം തീർത്തും തളർന്നു പോകുന്നു. അഡ്രീനൽ ഗ്ലാൻഡുകൾക്ക് കൂടുതൽ കോർട്ടിസോൾ ഉണ്ടാക്കുവാൻ കഴിയാതെ വരുന്നു. ഇതിനെ തുടർന്ന് കോർട്ടിസോളിൻ്റെ ദൈനംദിന താളം തെറ്റുന്നു. സാധാരണയായി രാവിലെ കോർട്ടിസോൾ ഉയർന്ന നിലയിലായിരിക്കും, രാത്രി കുറഞ്ഞ നിലയിലുമായിരിക്കണം. എന്നാൽ ഈ അവസ്ഥയിൽ രാവിലെ കോർട്ടിസോൾ കുറവും രാത്രിയിൽ അമിതമായി മാറാം. 2025 പഠനങ്ങൾ വ്യക്തമായി പറയുന്നത് ക്രോണിക് ഫെറ്റീഗ് ഉള്ളവരിൽ ഭൂരിഭാഗം പേർക്കും HPA ആക്സിസ് ഡിസ്ഫങ്ഷൻ ഉണ്ടെന്നാണ്. ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ സവിശേഷമാണ്. രാവിലെ എഴുന്നേൽക്കാൻ അത്യന്തം ബുദ്ധിമുട്ട് തോന്നാം. 8 മണിക്കൂർ ഉറങ്ങിയാലും ഒട്ടും ഊർജ്ജമില്ലാത്ത അവസ്ഥയിലായിരിക്കും. ഉച്ചയ്ക്ക് കടുത്ത ക്ഷീണം വരും. രാത്രി ഉറങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. വളരെ തളർച്ചയുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ഈ അവസ്ഥയെ വയേർഡ് ബട്ട് ടയേർഡ് എന്ന് വിളിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ സ്ട്രെസ് ആയി അനുഭവപ്പെടുകയും ഇടയ്ക്കിടെ ഇൻഫെക്ഷനുകൾ വരികയും ചെയ്യും. സാധാരണ കോർട്ടിസോൾ ടെസ്റ്റ് രാവിലെ മാത്രം എടുക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം കണ്ടെത്തുവാൻ പ്രയാസമാണ്. കാരണം പ്രശ്നം ദിവസം മുഴുവനുമുള്ള അതിൻ്റെ താളത്തിലാണ്. നമുക്ക് ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് നോക്കാം. പോഷകാഹാരക്കുറവ് ഇതിൽ വളരെ പ്രധാനമാണ്. സാധാരണ ബ്ലഡ് ടെസ്റ്റുകളിൽ പരിശോധിക്കാത്ത വിറ്റമിൻ D, വിറ്റമിൻ B12 എന്നിവ മിക്ക മലയാളികളിലും കുറവായി കാണാറുണ്ട്. ഇരുമ്പിൻ്റെ അളവ് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ നോർമൽ ആയാലും ഫെറിറ്റിൻ ലെവൽ കുറവായിരിക്കും. ഫെറിറ്റിനാണ് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ കരുതൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ മഗ്നീഷ്യം, കോഎൻസൈം Q10 എന്നിവയുടെ കുറവും ക്ഷീണത്തിന് കാരണമാകും. മറ്റൊരു പ്രധാന കാരണമാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ ശരീരത്തിൽ നിശബ്ദമായി നടക്കുന്ന വീക്കം. CRP, ESR എന്നിവ നോർമൽ ആയാലും ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ശരീരത്തെ ബാധിക്കാം. അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റിയും പ്രധാനമാണ്. നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങിയാലും ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം തളരും. ഉറക്കത്തിൽ ശ്വസന തടസ്സം സംഭവിക്കുന്ന സ്ലീപ്പ് അപ്നിയ ഇതിനൊരു പ്രധാന കാരണമാണ്. ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പിന്തുടരുക, പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും കുറയ്ക്കുക എന്നിവ പ്രധാനമാണ്. മെഡിറ്റേഷൻ, യോഗ, ഡീപ്പ് ബ്രീത്തിങ് എന്നിവയുടെ സ്ട്രെസ് കുറയ്ക്കുവാൻ ശ്രമിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുവാൻ ശ്രമിക്കുക. കൃത്യസമയത്ത് ഉറങ്ങാൻ പോവുകയും രാവിലെ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുകയും ചെയ്യുന്നത് സർക്കാഡിയൻ റിതം പുനഃസ്ഥാപിക്കുവാൻ സഹായിക്കും. ആറ് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ക്ഷീണമാണെങ്കിൽ അത് അവഗണിക്കരുത്. വിശ്രമത്തിന് ശേഷവും മാറാത്ത തളർച്ച, അകാരണമായി ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുക, എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുക എന്നിവയുണ്ടെങ്കിൽ വിശദമായ പരിശോധന വേണം. ഡീറ്റെയിൽഡ് തൈറോയിഡ് പാനൽ, ഫെറിറ്റിൻ ലെവൽ, വൈറ്റമിൻ D, B12, മോർണിംഗ് കോർട്ടിസോൾ, HSCRP തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഡോക്ടറുടെ സഹായം തേടുന്നത് ഈ റിപ്പോർട്ടുകൾ കൃത്യമായി അവലോകനം ചെയ്യുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ക്ഷീണം വെറുമൊരു തോന്നലല്ല, അതിന് വ്യക്തമായ ശാരീരിക കാരണങ്ങളുണ്ടാകാം. സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ നോർമൽ ആണെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ പല കാരണങ്ങളും കണ്ടെത്തുവാൻ സാധിക്കും. ശരിയായ ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ഊർജ്ജം തിരിച്ചുപിടിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എവർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ആരോഗ്യത്തോടെ ഇരിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.
നന്ദി, നമസ്കാരം.